ഹായ്, അസ്സാം വലൈക്കും, ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നോമ്പ് 11. നമുക്കെല്ലാവർക്കും ആരോഗ്യത്തോടു കൂടി ഇരിക്കാനാണ് ആഗ്രഹം, അല്ലേ? അതിന് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലേണ്ടത് 80% ന്യൂട്രീഷൻ പോഷകാഹാരവും 20% വ്യായാമവും ആവശ്യത്തിന് വെള്ളവുമാണ് വേണ്ടത്. ഒരു മനുഷ്യൻ എനർജി ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അവൻ കഴിക്കുന്ന ആഹാരം ബാഡ് കലോറി ഇല്ലാതെ നല്ല കലോറി ഉള്ളതായിരിക്കണം എന്ന് നിർബന്ധമാണ്. ഒരു ക്ഷീണമോ മറ്റു ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ കണ്ട് ശരീരത്തിനുള്ളിലുള്ള ബാഡ് ഫാറ്റ് പുറത്ത് പോകാനും നമ്മൾ കലോറി കറക്റ്റ് ചെയ്ത് പോഷകാഹാരങ്ങൾ കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിലായിരിക്കണം ആഹാരം കഴിക്കേണ്ടത്. നമ്മുടെ തലനാരിഴ തൊട്ട് കാൽപാദത്തിൻ്റെ നഖം വരെയുള്ള ഓരോരോ അവയവത്തിനും സെല്ലുകൾ കൊണ്ട് നിർമ്മിതമാണ്. ഈ സെല്ലുകൾക്ക് ആവശ്യമായത് പോഷകാഹാരമാണ്. പോഷകാഹാരം എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഏതൊരു ആഹാരത്തിൽ നിന്നും പോഷകാഹാരമുണ്ട്. പക്ഷേ ഇന്ന് കഴിക്കുന്ന ആഹാരങ്ങൾ കൃത്രിമമോ കെമിക്കലും ചേർന്നിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമുക്ക് കിട്ടുന്നത്. ആഹാരം കഴിക്കുക എന്നത് ടേസ്റ്റ് നോക്കി വയർ നിറക്കുക എന്നുള്ളതല്ല. ശരീരത്തിൻ്റെ ന്യൂട്രീഷൻ ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് ആയിരിക്കണം എന്ന് നിർബന്ധമാണ്. നമ്മുടെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും ഓരോരോ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതും ഓരോരോ പെട്ടെന്നുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് മനുഷ്യർ ഇല്ലാതാവുന്നതും അവരുടെ ഭക്ഷണ രീതി കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ്. ഇന്ന് എനിക്ക് അനുഗ്രഹിച്ച് കിട്ടിയ ഒരു ആഹാരമാണ് ഹെർബാലൈഫിൻ്റെ ഒരു നേരത്തെ ഷേക്ക്. ഈ ഒരു നേരത്തെ ഷേക്ക് എന്ന് പറയുന്നത് പൗഡർ രൂപത്തിൽ നമുക്ക് കിട്ടുന്ന ഫുഡ് ഷേക്ക് രൂപത്തിലാക്കി നമ്മൾ കഴിക്കുന്നത് 250 കലോറി അളന്ന് 25 ഗ്രാം പ്രോട്ടീനും മിനറൽസ് ഉൾപ്പെടെയുള്ള മറ്റ് ധാന്യങ്ങൾ, സത്തുക്കൾ എന്ന് വേണം പറയേണ്ടത്. ആ അവസ്ഥയിലാണ് നമുക്കിത് കിട്ടുന്നത്. ഇതിൻ്റെ അകത്തുനിന്ന് ഒട്ടും വേസ്റ്റ് പോകാനില്ല. നമ്മളൊരു നേരം പ്ലേറ്റ് നിറച്ച് ആഹാരം കഴിച്ചത് കൊണ്ട് കാര്യമില്ല. ശരീരത്തിന് ആവശ്യമായ എന്താഹാരമാണോ നമുക്ക് വേണ്ടത് ആ ആഹാരം കൊടുത്തു വേണം നമ്മൾ ശരീരത്തെ വാർത്തെടുക്കാൻ. യാതൊരുവിധ ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ചാൽ പല രീതിയിലുണ്ട്. നടക്കുമ്പം കിതപ്പുണ്ടാകുക, ഒരു ജോലി ചെയ്തതിന് ശേഷം ഭയങ്കര ക്ഷീണം ഉണ്ടാകുക, ഇങ്ങനെയുള്ള അവസ്ഥകൾ നമുക്കുണ്ടാകാറുണ്ട്. നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. വലിയൊരവസ്ഥയിലേക്ക് പോകുമ്പോഴത്തേക്കാണ് അതിനെപ്പറ്റി ചിന്തിക്കുകയും തയ്യാറാകുകയും ചെയ്യുന്നത്.